ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛൻ സിവിൽ എഞ്ചിനീയറാണ്, അതുകൊണ്ട് കൺസ്ട്രക്ഷൻ രംഗത്തിലുള്ള ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കാനായിട്ട് താല്പര്യമുണ്ട് എന്ന് ആ കുട്ടി പറയും. ആ കുട്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പാരൻസ് ഇതേപോലെയുള്ളൊരു ഫീൽഡിലാണ്, കൺസ്ട്രക്ഷൻ ഫീൽഡിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സധൈര്യം എടുക്കാവുന്ന വണ്ടർഫുള്ളായിട്ടുള്ളൊരു കോഴ്സാണ്. കഴിഞ്ഞ പ്രാവശ്യം പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, ബിൽഡിംഗ് ഈ പറയുന്ന ഹൈവേക്ക് ഇടിഞ്ഞു പൊളിഞ്ഞു പോകണ്ടല്ലോ, സിവിൽ എഞ്ചിനീയേഴ്സിനെ ആൾക്കാർ മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കറിയാമല്ലോ, എല്ലാ കാര്യങ്ങളിലും ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പലതരത്തിലുള്ള എർത്തിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇല്ലേ, സ്റ്റഡി ചെയ്യണം, കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവണം. ഇതൊക്കെയും നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു എഞ്ചിനീയറിംഗ് വിഭാഗമാണ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വിഭാഗം. ഒരു പ്രാവശ്യം കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസ് എടുക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പം ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഞാൻ ചോദിച്ചൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കരിയർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് രണ്ട് ആമ്പിള്ളേർ ഉറക്കെ പറഞ്ഞു, സാറേ അവൾ സിവിൽ എഞ്ചിനീയർ ആണ് എന്ന് ചോദിച്ചു. ഞാൻ ഞെട്ടിപ്പോയി, എന്താ ഈ കുട്ടിയുടെ കാര്യം അവർ പറയണേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, 3 ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ഇവൾ തേപ്പ് കൊടുത്തിട്ടുണ്ട്, നല്ല തേപ്പുകാരിയാണ് എന്നൊക്കെയും പറഞ്ഞു. അപ്പോൾ ജോക്സ് അപ്പാർട്ട്, നമ്മൾ കേരളത്തിലെ സിവിൽ എഞ്ചിനീയറിങ്ങിന് നല്ല കോളേജ് ഏതാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് 15,601 15601. നല്ലൊരു ക്യാമ്പസാണ് കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്. അതുപോലെ തന്നെ കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ 14,945. അപ്പോൾ നമുക്ക് 14,945 കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലുള്ള കട്ട് ഓഫ് മാർക്ക്. അതായത് ലാസ്റ്റ് സീറ്റ് കിട്ടിയിട്ടുള്ള കുട്ടിയുടെ റാങ്കിനെയാണ് നമ്മൾ കട്ട് ഓഫ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ നമ്മൾ പറയുന്നത് കോട്ടയം RITയിലാണ്. അവിടുത്തെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് 15,352. ഈ 3 നോക്കുമ്പോൾ ഏകദേശം ഒരു 15,000 റാങ്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വരെ നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് സീറ്റ് കിട്ടുമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ഐഡിയ അല്ലേ. ഇനി MA കോളേജ് കോതമംഗലം, അവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15,545 സീറ്റുകളാണ് മൊത്തം നമുക്ക് ലാസ്റ്റ് സീറ്റായിട്ട് വരുന്നത്. പാലക്കാട് NSS കോളേജിൽ 15,581 ആണ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. ശ്രീകൃഷ്ണപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ 15,442 ലാസ്റ്റ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. തൃശ്ശൂർ കുറച്ചും കൂടിയും പുരോഗമനമുണ്ട്. തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ 10,496 ആണ്. അപ്പോൾ ഒരു 10,000 റാങ്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ സീറ്റ് കിട്ടുക എന്നുള്ളത് അറിഞ്ഞിരിക്കാം. അതുപോലെ നമുക്ക് ബാർട്ടൺ ഹിൽ കോളേജ് തിരുവനന്തപുരത്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 12,591 ആണ്. അതുപോലെ CETയിൽ 4,939 ആണ്. അപ്പോൾ ഇതൊക്കെയും വെച്ച് നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, 15,000 റാങ്ക് 15,000 എന്ന് പറയുന്ന റാങ്ക് വരെ നമുക്ക് കേരളത്തിലെ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്കറിയാം, L&T പോലെയുള്ള കോർ കമ്പനീസ് കുറേ ഈ സിവിൽ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ടോട്ടൽ സ്റ്റേഷൻ പോലെയുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉണ്ട്. പണ്ട് കാലത്ത് ഈ ചങ്ങല പോലത്തെ സാധനങ്ങളൊക്കെ വെച്ച് അളക്കുന്ന കാലഘട്ടം മാറി ഇന്ന് ലേസർ വെച്ചിട്ടും അതുപോലെ തന്നെ ഡ്രോണിനൊക്കെ വിട്ടിട്ടാണ് നമ്മൾ ജോഗ്രഫിക്കലി നമ്മൾ ഒരു സ്ഥലം അളക്കുന്നത്. വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് ടൈം നമുക്ക് അളക്കലൊക്കെ കഴിഞ്ഞ് കിട്ടും. റീസർവേ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സിവിൽ എഞ്ചിനീയർ ഉണ്ടാവണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അതുകൊണ്ട് തന്നെ അവരുടെ ജോബ് എന്ന് പറയുന്നത് എപ്പോഴും എവർഗ്രീനാണ്, ഒരു വളരെ കോറായിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് PWD പോലെയുള്ള പല ഗവൺമെൻറ് ജോലികളിലേക്കും സിവിൽ എഞ്ചിനീയേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഗവൺമെൻറ്റിലാണെങ്കിൽ ടൗൺ പ്ലാനിങ് സെക്ഷൻ അല്ലേ, അപ്പോൾ BTech നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ MTech പോലെയുള്ള നല്ല കോഴ്സുകളും സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒപ്പം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ലൊരു കോഴ്സ് സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച് കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്കും പോയിട്ട് നിങ്ങൾ കുറേ കൺസ്ട്രക്ഷനൊക്കെ നോക്കി നോക്കിയാൽ ലോകത്തുള്ള കുറേ കൺസ്ട്രക്ഷൻ ഉണ്ട് ഇല്ലേ. പലരും പറയും ട്വിൻ ടവേഴ്സ്, പെട്രോണിക്സ് ടവർ, അതുപോലെ തന്നെ നമ്മൾ പിസായിലെ എന്താണ് ഗോപുരം, ചെരിഞ്ഞ ഗോപുരം എന്നൊക്കെ പറയും, ഈഫിൽ ടവർ, താജ്മഹൽ, എല്ലാം 7 വണ്ടേഴ്സ് എന്ന് പറയുന്നതൊക്കെയും ഈ സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ കൺസ്ട്രക്ഷനാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് എടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. അങ്ങനെയുള്ള ബ്രാഞ്ചസൊക്കെ പഠിക്കാനും എളുപ്പമാണ്, കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടിയും ഈസിയാണ്. അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കൽ നോളേജിനാണ് അവിടെ പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനും മോൾഡ് ഉണ്ടാക്കാനും മച്ചുണ്ടാക്കാനും അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ എയ്ഡഡ് ആയിട്ടുള്ള ഡിസൈൻ, CAD, ഗ്രാഫിക്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കും നമുക്ക് സ്പ്രെഡ് ചെയ്ത് പോകാം. നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് അതിൽ തന്നെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള മേഖലകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കേണ്ട ആവശ്യം വരില്ല. നിങ്ങൾക്ക് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ നിങ്ങളെടുത്ത് ഓടി നടന്ന് ഭംഗിയായിട്ട് നിങ്ങളുടെ ലൈഫ് സെറ്റാക്കാനായിട്ട് നോക്കാം. നല്ലൊരു കോഴ്സാണ് BTech സിവിൽ എഞ്ചിനീയറിംഗ്. ഓക്കെ ദെൻ സ്റ്റേ ട്യൂൺഡ്. ഓൾ ദി ബെസ്റ്റ്. ബൈ.